ഹായ്, ഞാൻ സ്നേഹ. SL ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് പാസ്റ്റ് ട്രോമ സംഭവിച്ചിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ പ്രസന്റിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. അതായത് മുന്നേ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതിൽ വളരെയധികം വിഷമങ്ങൾ ഉണ്ടായിരുന്നു. പാസ്റ്റ് ട്രോമ മീൻസ് ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിലെ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. അതായത് അതിന്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും, അതായത് ആ പാസ്റ്റ് ട്രോമ ഉള്ള റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ട്രസ്റ്റ് ഇഷ്യൂ ആണ്. അതായത് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരിലുണ്ടായിട്ടുള്ള ഈ ഉണങ്ങാത്ത മുറിവ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഉദ്ദേശിക്കുന്നത് വേദന എന്നുള്ളതാണ്. സോ ആ വേദനകൾ ഇപ്പോൾ പ്രസന്റ് റിലേഷൻഷിപ്പിലുള്ള ആ ഒരു പാർട്ട്ണറെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ആളെ വിശ്വസിക്കാനായിട്ട് തോന്നില്ല. ഇയാളും പറ്റിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, ഇങ്ങനെയുള്ള ഓരോ തോന്നലുകൾ അല്ലെങ്കിൽ ഓരോ ചിന്തകൾ, പേടികൾ നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, ട്രസ്റ്റ് ഇഷ്യൂ നല്ല രീതിയിൽ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് മുന്നുണ്ടായിരുന്ന അനുഭവങ്ങൾ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൽ നമുക്ക് ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള റിലേഷൻഷിപ്പിലുള്ള ഒരു പേഴ്സണെ വിശ്വസിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ റെഗുലേഷൻ ആണ്. അതായത് നമുക്ക് ഓരോ ഇമോഷൻസ് ഉണ്ടാകുമ്പോൾ, അതായത് ഫീലിങ്സ് വരുന്ന സമയത്ത് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരാമെന്ന് പറയും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഉണ്ടാകുന്നത് മൂഡ് സ്വിങ്സ് ആണ്. നല്ല രീതിയിൽ നമ്മുടെ മൂഡ്സ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. പെട്ടെന്ന് ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ പ്രതികരണ ശേഷി കൂടുതലായിരിക്കും. അതായത് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ഓവറായിട്ട് അതിന് പ്രതികരിച്ചു എന്നൊക്കെ വരുന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷൻ വരാം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അത് റിലേഷൻഷിപ്പിൽ ഉറപ്പായിട്ടും എഫക്ട് ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ നമ്മൾ ആ ദേഷ്യം അങ്ങനെ നല്ല രീതിയിൽ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കാൻ അല്ലെങ്കിൽ അവർക്കത് എങ്ങനെയായിരിക്കും അവരെ വേദനിപ്പിക്കുക, ഇങ്ങനെ നമ്മൾ ചിന്തിക്കില്ല എന്നുള്ളതാണ്. സോ അതിന്റെ ഇമ്പാക്റ്റും കുറച്ച് കൂടുതലായിരിക്കും, അതായത് നെഗറ്റീവായ രീതിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ആണ്. അതായത് പരസ്പരം നല്ല രീതിയിൽ ആശയവിനിമയം നടത്താൻ കഴിഞ്ഞു എന്ന് വരില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു ആളുടെ അടുത്ത്, അതായത് ഇപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആളോടത്ത് ഒരുപാട് സ്നേഹമുണ്ട്, നല്ല രീതിയിൽ സ്നേഹമുണ്ട്, പ്രണയമുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ ഭയങ്കര പേടിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നത്തെ റിലേഷൻഷിപ്പിൽ ഞാൻ എൻ്റെ സ്നേഹം മുഴുവൻ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് എനിക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടോ അത്രയും ഇഷ്ടം ഞാൻ അവരോട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ കാണിച്ചിട്ടാണ് അയാൾ എന്നെ വഞ്ചിച്ചത് എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ റിലേഷൻഷിപ്പിലും അങ്ങനെ തന്നെയാണോ സംഭവിക്കുക, ഇയാളും മുന്നേ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിലുള്ള ആ ഒരാളെ പോലെ തന്നെ ആയിരിക്കും ബിഹേവ് ചെയ്യുക, ഇങ്ങനെ ഒരു പേടി നമ്മുടെ മനസ്സിലേക്ക് വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലുള്ളതെല്ലാം നമുക്ക് തുറന്ന് അയാളോട് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇപ്പൊ നമുക്ക് ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹം കാണിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഉണ്ടാവുന്ന മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭാഗത്തു നിന്ന് സ്നേഹം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളായിരിക്കും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അവർ സ്നേഹിക്കുന്ന ആൾ അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിലുള്ള ആള് അവരെ സ്നേഹിക്കുന്നില്ല, അവർക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നൊരു പരാതി അവിടെ വരാമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ പോകെ ഇപ്പൊ നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കാതെ വരുന്ന സമയത്ത് ആ പേഴ്സണ് നിങ്ങളോടുള്ള ഇഷ്ടം കുറഞ്ഞു വരാം. അപ്പോൾ പിന്നീട് അത് റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു പോകണം എന്നൊരു ചിന്ത അയാളിൽ വരാം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴും അത് ബാധിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തന്നെയാണ്. സോ ഇവിടെ നമുക്ക് ഉണ്ടാവുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല. അതായത് നല്ല രീതിയിൽ നിങ്ങളുടെ ഉള്ളിലുള്ളത് ആശയവിനിമയം നടത്താനായിട്ട് കഴിയാതെ വരും എന്നുള്ളതാണ്. അതും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഉപേക്ഷിക്കപ്പെടുമോ എന്നൊരു ഭയം ഉള്ളിലുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പം നമ്മൾ പൊതുവെ പറയാറുണ്ട്, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നുള്ളത്. ഇവിടെ സംഭവം അത്രയേ ഉള്ളൂ. മുന്നേ നമുക്കുണ്ടായിരുന്ന അനുഭവം വീണ്ടും ഉണ്ടാവുമോ എന്ന ചിന്ത അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, ഒരു തോന്നൽ എന്ന് പറയുന്നത്, എന്നെ ഇയാൾ ഉപേക്ഷിക്കുമോ എന്നുള്ളതാണ്. അതായത് ഈ റിലേഷൻഷിപ്പ് എനിക്ക് നഷ്ടമാകുമോ, ഇയാൾ എന്നെ വിട്ടിട്ട് പോകുമോ, അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും എൻ്റെ ഒരു പഴയ അവസ്ഥയിലേക്ക് പോവില്ലേ, അങ്ങനെ വരാറുണ്ട്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ഒന്ന് വിശ്വാസക്കുറവ് തന്നെയാണ്. അതായത് ഇയാളെ വിശ്വസിക്കാൻ നമുക്ക് കഴിയാതെ വരുന്നൊരവസ്ഥയാണ്. ഇയാൾ എൻ്റെ കൂടെ ഉണ്ടാവും എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. മീൻസ് ഇവരും എന്നെ വിട്ടിട്ട് പോവാം, അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ
ഇത്തരത്തിൽ നമ്മളെ ഉപേക്ഷിക്കുമ്പോൾ എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ നമുക്ക് പിന്നെ അവിടെ വരുന്നതാണ് ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത്. അതായത് ചിന്തയിൽ ഒരുപാട് ടെൻഷൻ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇയാൾ വിടുമോ, ഞാൻ വിട്ട് എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ തോന്നൽ വരുമ്പോൾ നമുക്ക് ടെൻഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ പിന്നീട് നമുക്ക് ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ പോകേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർ നമ്മളെ ഉപേക്ഷിക്കുമോ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് ആ റിലേഷൻഷിപ്പിൽ ജെന്യൂൻ ആയിട്ട് നിൽക്കാനായിട്ട് കഴിയില്ല. അതായത് അവരെ നമുക്ക് യഥാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഇവരും എന്നെ പറ്റിക്കാം എന്നൊരു തോന്നലാണ് നമുക്ക് ഉണ്ടാവുക. സോ നമുക്ക് ആ റിലേഷൻഷിപ്പിൽ ആത്മാർത്ഥമായിട്ട് നിൽക്കാനായിട്ട് കഴിഞ്ഞു എന്ന് വരില്ല, അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിഞ്ഞു എന്നും വരില്ല. അങ്ങനെ വരുമ്പോഴും അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ, നിലവിലുള്ള റിലേഷൻഷിപ്പിനെ ബാധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പ്രസന്റ് റിലേഷൻഷിപ്പിൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഇമ്പാക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മറികടക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലൊരു പാസ്റ്റ് ട്രോമയൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഫഷണൽസിന്റെ ഹെൽപ്പ് ഒക്കെ ചോദിക്കാം, സഹായം തേടാം, അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോവാം, നിങ്ങൾക്ക് സെൽഫ് കെയർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിന്ന്, അതായത് ഈ ഒരു പാസ്റ്റ് ട്രോമ അനുഭവിച്ചിട്ടുള്ള ഒരു പേഴ്സൺസിന്റെ ആ ഒരു ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ നിന്ന് മറികടക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ടൈമാണ്. അതായത് നല്ല രീതിയിൽ സമയമെടുക്കും. അപ്പോൾ കുറച്ച് ക്ഷമ ആവശ്യമാണ്, പിന്തുണയും ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സ്റ്റേജ് മറികടന്ന് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ ആരോഗ്യകരമായതും മനോഹരമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിലൊരു ബ്രേക്കപ്പ് ഒക്കെ സംഭവിച്ച് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ആ ഒരു അപ്പോഴത്തെ സ്റ്റേജ് മീൻസ് ആ ഒരു ഡിപ്രഷൻ, ടെൻഷനും കാര്യങ്ങളും മാറ്റിയിട്ട് പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുള്ളൂ. സോ ബ്രേക്കപ്പ് ഒക്കെ സംഭവിച്ചിട്ട് പെട്ടെന്ന് തന്നെ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകാതിരിക്കുക, കുറച്ച് ടൈം എടുത്തതിന് ശേഷം മാത്രം പോകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് റിലേഷൻഷിപ്പ് നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. സോ ഇതെല്ലാം തന്നെ മനസ്സിൽ വെക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്